നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും പഠിക്കാം. ഏത് സാധാരണക്കാരനും പഠിക്കാം. പക്ഷേ ശരിയായ ഒരു ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലൊരു കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ഒരുപാട് പേര് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാതെ മടിച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത്. മുമ്പോട്ടും അതിന് സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ആത്മാർത്ഥമായ ആഗ്രഹം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടല്ലേ, നല്ല റിട്ടേൺസ്, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും ഹൈ റിട്ടേൺസ് തരുന്ന ഒരു ഫീൽഡാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിൻ്റെ ഒരു ഗുണം എല്ലാ ആളുകൾക്കും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനും ഈ ഒരു ചാനലുമായിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ജെല്ലിക്കട്ട് അറ്റ് ദലാൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരുപാട് സംശയങ്ങൾ കാണും. അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം നമുക്ക് ആദ്യം തന്നെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സിമ്പിൾ ഉദാഹരണം എടുത്തിട്ട്, നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സിമ്പിൾ ഉദാഹരണം, ഒരു കഥ പോലെ എടുത്തിട്ട് അതിനെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വരുമാനമാർഗം ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരാളെ നമുക്ക് സങ്കല്പിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തന്നെ സങ്കല്പിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സങ്കല്പിക്കാം, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും സങ്കല്പിക്കാം. അപ്പോൾ ആ ഒരാളുടെ പേര് നമ്മൾ ശിവ എന്നെടുക്കുന്നു. അപ്പോൾ ശിവ ഒരുപാട് ജോലിക്കൊക്കെ വേണ്ടി നോക്കി, പക്ഷേ ഒന്നും കിട്ടിയില്ല. ശിവയ്ക്ക് തൽക്കാലം വരുമാനങ്ങളൊന്നുമില്ല. കാരണം തൊഴിലില്ലായ്മ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ അല്ലേ. അങ്ങനെ ശിവ അവസാനം വിചാരിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല, എന്നാൽ പിന്നെ കയ്യിലുള്ള തുച്ഛമായ കുറച്ച് പൈസ വെച്ചിട്ട് തുടങ്ങാൻ പറ്റിയൊരു സംരംഭം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ ഒരു ബജിക്കട വല്ലതും ഇടാം. അതാകുമ്പോൾ ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യമില്ലല്ലേ, നമുക്ക് ചെറിയ രീതിയിലൊരു ബജിക്കട വല്ലതും ഇടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവ ഒരു ബജിക്കട ഇടുന്നതിലേക്ക് തീരുമാനം എടുക്കുകയാണ്. ശിവയുടെ ഈ ഒരു സംരംഭത്തിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ നോക്കാം. ശിവ ഓണറായിട്ട് ശിവ പ്ലാൻ ചെയ്തു. അങ്ങനെ പ്ലാൻ ചെയ്തതനുസരിച്ച് ശിവ ഒരു ബജിക്കട തുടങ്ങി. അപ്പോൾ നമ്മുടെ ആ ബജിക്കടയുടെ പേരാണ് ദേ ബജിക്കട. അങ്ങനെ ദേ ബജിക്കട ശിവ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ശിവ എങ്ങനെയൊക്കെ കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് കട തുറക്കുന്നു. കട തുറന്ന് ഈ ശിവയ്ക്ക് അത്യാവശ്യം കൈപ്പുണ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയും സമൂസയും പിന്നെ നല്ല ടേസ്റ്റുള്ള മുളക് ബജിയും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കി കട നിറച്ച് വെച്ച് ശിവ കച്ചവടം തുടങ്ങി. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഈ കച്ചവടം സക്സസ് ആയി. ശിവയുടെ കച്ചവടം നല്ല രീതിയിൽ കൂടി. ശിവയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശിവയ്ക്ക് തോന്നുന്നത് ഇപ്പോൾ കിട്ടുന്ന ലാഭം കൊണ്ട് ശിവയുടെ ചിലവുകളും വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. ശിവയുടെ കയ്യിൽ മിച്ചം പൈസകളൊന്നുമില്ല. അപ്പോൾ ശിവയ്ക്ക് തോന്നുന്നതാണ് നമ്മുടെ കടയൊന്ന് വിപുലീകരിച്ചാൽ നന്നായിരിക്കും എന്ന് ശിവയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ ശിവയ്ക്ക് കട വിപുലീകരിക്കണം എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒന്ന്, ഏതെങ്കിലും ബാങ്കിൽ പോയി ലോൺ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസറെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയാം അല്ലേ. നമ്മുടെ സിബിൽ സ്കോർ, നമ്മുടെ വരുമാന മാർഗം എന്താണ്, അതിൻ്റെ പ്രൂഫ്, കാര്യങ്ങൾ, അങ്ങനെ 100 കൂട്ടം പേപ്പറുകൾ കൊടുത്താൽ ബാങ്ക് നമ്മുടെ മേലൊരു ഉറപ്പ് ബാങ്കിന് ഉണ്ടായിട്ട് നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. ശിവയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ബാങ്കിന് ലോൺ ഒപ്പിക്കാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റിയും ശിവയ്ക്കില്ല. അപ്പോൾ പിന്നെ ശിവയ്ക്ക് ആകെപ്പാടെയുള്ള
അതുകൊണ്ട് തന്നെ ബാങ്ക് ലോൺ എന്നൊരു ഓപ്ഷൻ ക്യാൻസൽ. പിന്നെ ശിവയുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശിവയുടെ ഈ ഇവിടെ ലാഭം ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ശിവയ്ക്ക് ശിവയുടെ ചെലവുകൾക്ക് മാത്രമേ തികയുന്നുള്ളൂ. ശിവയുടെ കയ്യിൽ അഡീഷണൽ ക്യാഷ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിപുലീകരിക്കാനായിട്ട് ശിവയുടെ മുമ്പിൽ വേറൊരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പോൺസറെ കിട്ടുക എന്നുള്ള. ശിവയുടെ കഴിവ് മനസ്സിലാക്കി ശിവയ്ക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ശിവയ്ക്ക് മുമ്പോട്ട് ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി വിശ്വാസത്തോടെ ശിവയ്ക്ക് പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശിവയ്ക്കുള്ള അടുത്ത ഒരു ഓപ്ഷൻ. അപ്പോൾ ശിവ അതിനുവേണ്ടി എന്ത് ചെയ്തു? ശിവ ആ ഒരു ഓപ്ഷൻ എനിക്ക് മുമ്പിലുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ശിവയോട് പേഴ്സണലി അടുപ്പമുള്ള ആളുകളെ, കടയിൽ വന്ന് ശിവയോട് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ച് കുറച്ച് അടുപ്പമുള്ള കസ്റ്റമേഴ്സിനോടുമൊക്കെ ഈ കാര്യം അവതരിപ്പിച്ചു. അങ്ങനെ പലരോടായിട്ട് പറഞ്ഞു. ചിലർക്ക് താല്പര്യമുണ്ട്, പക്ഷെ അവരിലൊന്നും ക്യാഷ് ഇല്ല. മറ്റു ചിലർ താല്പര്യം ഇല്ലയെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ പലരോടായിട്ട് പറഞ്ഞു അവസാനം ശിവയ്ക്കൊരു സ്പോൺസറെ കിട്ടുന്നു. അങ്ങനെ ശിവയ്ക്കൊരു സ്പോൺസറെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശിവയ്ക്ക് പകുതി ആശ്വാസമായി. അപ്പോൾ ഇനിയിപ്പോൾ ശിവയുടെ പ്ലാനിങ് പോലെ ശിവയ്ക്ക് കട വലുതാക്കാൻ പറ്റും. അങ്ങനെ ശിവ എന്ത് ചെയ്തു? ഈ സ്പോൺസറുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് ശിവയുടെ കട, അതായത് നമ്മുടെ ബജിക്കട വലുതാക്കുന്നു. വലുതാക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഓട്ടോമാറ്റിക്കലി ശിവയുടെ ലാഭം കൂടും അല്ലേ? അങ്ങനെ ശിവയുടെ ലാഭം കൂടി. അപ്പോൾ ന്യായമായിട്ടും ലാഭം കൂടിക്കഴിയുമ്പോൾ ആ പൈസ തന്ന് സഹായിച്ച ആൾക്ക് അതിന് വിഹിതം കൊടുക്കണമല്ലോ. അത് ശിവയുടെ ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ആർക്ക് പോകും? ഈ സ്പോൺസർക്ക് പോകും. പിന്നീട് മുമ്പോട്ട് ലാഭം കൂടി ശിവയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പോൺസർ ആദ്യം ശിവയ്ക്ക് കൊടുത്ത ക്യാഷും കുറച്ചധികം ലാഭത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ചേർത്തുകൊണ്ട് കൊടുത്തിട്ട് ഈ സ്പോൺസറെ വേണമെങ്കിൽ ശിവയ്ക്ക് ഒഴിവാക്കിക്കൊണ്ട് ഈ ബജിക്കട ശിവയുടെ മാത്രം ആക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ശിവയ്ക്കുണ്ട്. അപ്പോൾ ശിവയ്ക്ക് അതിന് കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ശിവയുടെ ബജിക്കടയുടെ ഒരു കഥയ്ക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേ കടയ്ക്കകത്ത് ഈ ഒരു സംഭവങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് നടന്നതെന്ന് വിചാരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നീ പറഞ്ഞതുപോലെ തന്നെ ശിവയാണ് നമ്മുടെ ഓണർ. ശിവയ്ക്ക് എന്തുണ്ട്? ബജിക്കടയുണ്ട്. ആ ബജിക്കടയാണ് നമ്മുടെ കമ്പനി. അങ്ങനെ ഈ ഓണർ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പം നടത്തിക്കൊണ്ട് പോകുന്നു. ഇവിടെ ശിവയുടെ കേസിൽ വന്ന പോലെ തന്നെ അത് വിജയമാകുന്നു. പിന്നീട് ലാഭം കൂടുന്നു. ആ ഒരു എന്തായാലും ഈ കമ്പനിയുടെ ഒരു വലിപ്പം അനുസരിച്ച് അതിനൊരു ലാഭത്തിന് ഒരു പരിധി കാണും അല്ലേ? ആ ഒരു ലാഭത്തിൽ ആ കമ്പനി വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓണർക്ക്, അതായത് ആ കമ്പനിയുടെ ഓണർക്ക് തോന്നുകയാണ് നമ്മുടെ കമ്പനി ഒന്ന് വലുതാക്കാമെന്ന്. ശിവയ്ക്ക് ഇവിടെ തോന്നിയ പോലെ തന്നെ ഈ വിപുലീകരണം എന്നുള്ളൊരു ഓപ്ഷൻ ഈ കമ്പനിയിലെ ആൾക്കും തോന്നുകയാണ്. അപ്പോൾ കമ്പനിയുടെ ആൾക്കും രണ്ട് ഓപ്ഷനുണ്ട്. ബാങ്ക് ലോണിൽ പോകാം, അല്ലെങ്കിൽ സ്പോൺസർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ബാങ്ക് ലോണിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരുപാട് പലിശയുടെ കാര്യങ്ങൾ, അങ്ങനെ റിസ്ക്കും എല്ലാ മാസവും റീപേയ്മെൻറ്റും ഒക്കെ വരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ആളുകൾ ബാങ്ക് ലോൺ എടുക്കണ്ട എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് സ്പോൺസർഷിപ്പ് എന്നുള്ളത്. അപ്പോൾ ഈ സ്പോൺസർഷിപ്പിൻ്റെ ഏരിയയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ബജിക്കടയുടെ കാര്യം പറഞ്ഞപ്പോൾ ശിവയ്ക്ക് ഒന്ന് രണ്ട് ആളുകളെ പേഴ്സണലി കണ്ട് ചോദിച്ചാൽ മതിയായിരുന്നു, എനിക്ക് എന്നെ സ്പോൺസർ ചെയ്യാവോ, അല്ലെ എൻ്റെ ബജിക്കട സ്പോൺസർ ചെയ്ത് എനിക്ക് കുറച്ച് ക്യാഷ് തന്ന് സഹായിക്കാമോ എന്ന്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ ആൾ വേറെ ആരെയും പോയി കാണേണ്ട ആവശ്യമില്ല. അവർ നേരെ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയാൽ മതി. അപ്പോൾ ശിവ ആളുകളോട് സംസാരിച്ചതിന് പകരം ഈ കമ്പനിയുടെ ഓണറായിട്ടുള്ള ശിവ എന്ത് ചെയ്യും?
കമ്പനിയുടെ ഓണറായിട്ടുള്ള ശിവ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് എൻ്റെ കമ്പനി വലുതാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് അറേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയും. അങ്ങനെ ശിവ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ബോർഡിനെയാണ് നമ്മൾ സെബി എന്ന് പറയുന്നത്. സെബി നമുക്കറിയാം അല്ലേ, നമുക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഈ ബാങ്കിൽ കൊണ്ട് നമ്മുടെ പൈസ ഇടുന്നത്? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ, ബാങ്കുകാർ ഇതെടുത്തുകൊണ്ട് പോയാലോ? നമ്മൾ എന്ത് വിശ്വസിച്ച് ഈ പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ടിടും? നമ്മൾ ബാങ്കിനെ വിശ്വസിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ നിയമമുണ്ട് അല്ലേ, നമുക്ക് നിയമമുണ്ട്. അതിൻ്റെ താഴെ നമ്മുടെ റിസർവ് ബാങ്ക് വരുന്നുണ്ട്, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. അതിൻ്റെയും താഴെയാണ് ബാങ്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ബാങ്കിന്, റിസർവ് ബാങ്കിൻ്റേതും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും എല്ലാം അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്നത് അല്ലേ. ഇതേ കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ നിയമങ്ങളുണ്ട്, നിയമത്തിൻ്റെ താഴെ നമ്മുടെ ബാങ്കിനൊക്കെ RBI എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഓർഗനൈസേഷനാണ്, നമ്മുടെ സർക്കാരിൻ്റെ ഓർഗനൈസേഷനാണ് സെബി എന്നുള്ളത്. ഈ സെബിയുടെ താഴെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ മെയിനായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. അപ്പോൾ ശിവയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് ക്ലിയർ ആയി കാണുമല്ലോ. ശിവയ്ക്ക് കമ്പനി വലുതാക്കാനായിട്ട്, അപ്പോൾ ശിവയ്ക്ക് കമ്പനി വലുതാക്കാനായിട്ട് പൈസ വേണ്ടത് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെയാണ്, കമ്പനി സൈഡിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ശിവയ്ക്ക് ആളുകളെ പേഴ്സണലി പോയി കാണാൻ പറ്റില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ വേണം പോകാനായിട്ട്. സ്റ്റോക്ക് മാർക്കറ്റിലപ്പോൾ ഇങ്ങനെ നിയമങ്ങൾ കൊണ്ട് ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റ് സേഫാണ്, നമ്മുടെ ബാങ്കിങ് സിസ്റ്റം പോലെ തന്നെ സേഫാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ശിവ ധൈര്യമായിട്ട് സെബിയിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, എനിക്ക് ഇതുപോലെ പൈസ എടുക്കാനായിട്ട്, ഫണ്ട് അറേഞ്ച് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അപ്പോൾ അതിന് നിങ്ങൾ സഹായിക്കണമെന്ന്. അപ്പോൾ നമ്മളുടെ സെബി സഹായിക്കും അല്ലേ, നമ്മുടെ RBI ബാങ്കുകളെയൊക്കെ സഹായിക്കുന്നത് പോലെ സെബി ശിവനെ സഹായിക്കും. സെബി എന്ത് പറയും, നിങ്ങൾ കമ്പനി ലിസ്റ്റഡ് ആക്കിക്കോ, അതിന് IPO ഞങ്ങൾ അപ്രൂവൽ തരാം, ഞങ്ങൾ അതിനുള്ള അനുമതി തരാമെന്ന് പറയും. അങ്ങനെ പൈസ സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ, അതിൻ്റെ ഒരു രീതി, സ്റ്റോക്ക് മാർക്കറ്റ് രീതിയാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അതായത് IPO കഴിയുന്നതോടുകൂടി, ഇതുവരെ അത് ശിവയുടെ മാത്രമായിരുന്നു അല്ലേ, ഈ കമ്പനി ശിവയുടെ മാത്രമാണ്. പക്ഷേ ഇനീഷ്യൽ പബ്ലിക്കിന് വേണ്ടി ഓഫർ ചെയ്യുവാണ്. ഈ കമ്പനിയുടെ ഒരു ഭാഗം ശിവ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ പോലുള്ള ആളുകൾക്ക് പോയിട്ട് അതിൻ്റെ ഷെയർ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് കഴിയുന്നതോടുകൂടി ശിവയുടെ കമ്പനി പബ്ലിക്കായി മാറും. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അവകാശം ഉണ്ടാകും. അതായത് നമ്മൾ ആ ഷെയർ വാങ്ങിച്ചാൽ, ഇവിടെ ഒരു സ്പോൺസറെ ശിവയ്ക്ക് കിട്ടിയായിരുന്നു അല്ലേ, അപ്പം സ്പോൺസർ എത്ര രൂപ കൊടുത്തോ അതിനനുസരിച്ചുള്ള ഒരു അധികാരം ശിവയുടെ ബജറ്റിൽ ഈ സ്പോൺസർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കമ്പനിയുള്ള ശിവ പൈസ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ്. എന്തുവഴി? ഈ സെബിയും NSE ഒക്കെ വഴി കൊടുക്കുകയാണ്. ആ ഷെയർ ആരൊക്കെ വാങ്ങിക്കുന്നു അവർക്ക് എല്ലാവർക്കും എത്ര രൂപയ്ക്കാണോ ഷെയർ വാങ്ങിക്കുന്നത് ആ രൂപയ്ക്ക് അനുസരിച്ചുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു ഉടമസ്ഥാവകാശം ശിവയുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ ഉള്ള ആദ്യത്തെ കാര്യങ്ങൾ. അങ്ങനെ ഇത് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ശിവയുടെ IPO കഴിഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസ് ഓർമ്മ വന്നത്. 2 ദിവസം മുമ്പ് നമ്മുടെ മനോരമയിൽ ബിസിനസ് പേജിൽ വാർത്ത ഉണ്ടായിരുന്നു. നമ്മുടെ ഹുണ്ടായി കമ്പനി, കൊറിയയിലുള്ള ഹുണ്ടായി കമ്പനിയുടെ ഇന്ത്യൻ രജിസ്റ്റേർഡ് ബ്രാഞ്ചിന് IPOയ്ക്ക് ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും ഏകദേശം 25,000 കോടി രൂപയോളമാണ് IPO, അതായത് പബ്ലിക്കിന് ഓഫർ ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ 25,000 കോടി രൂപയുടെ ചെറിയ ഷെയറുകൾ, 100 രൂപയുടെ ആകാം, 1000 രൂപയുടെ ആകാം. 1000 രൂപയുടെ ആകുമ്പോൾ 25,000 കോടി ആകാൻ എത്രയോ ഷെയർ വേണോ അത്രയും ഷെയർ അവർ സെബി ത്രൂ
സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ക്രെറ്റയൊക്കെ അവരുടെ സക്സസ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇനി മുമ്പോട്ടും ഉണ്ടായിരിക്കുന്ന ഇന്ത്യയിൽ നല്ല വളർച്ച ഉണ്ടാകും. നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഷെയർ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരുപാട് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടാകും. എന്ന് പറഞ്ഞ് ഹുണ്ടായുടെ IPO വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് അത് വാങ്ങിച്ചോളാൻ റെക്കമെൻഡ് ചെയ്യുമല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ശിവയിലെ കമ്പനിയിലേക്ക് തന്നെ വരാം അല്ലേ. ഈ കമ്പനി നമുക്ക് ബജിക്കടയായിട്ട് തന്നെ വേണം സങ്കല്പിക്കാം കേട്ടോ. ഈ ഒരു വലിയ ബജിക്കട സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിയെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ IPO കഴിയുന്നു. IPO കഴിഞ്ഞതോടുകൂടി എന്താകുന്നു, ഈ ശിവയുടെ കമ്പനി ചെറുതായിരുന്ന ശിവയുടെ കമ്പനി വലുതാകുന്നു. അങ്ങനെ വലുതായി കഴിയുമ്പോൾ നമ്മൾ IPOയുടെ സമയത്ത് നമുക്ക് 100 രൂപയ്ക്കാണ് ഒരു ഷെയർ കിട്ടിയതെങ്കിൽ കമ്പനി വലുതാക്കി കമ്പനിയുടെ ലാഭം കൂടുമ്പോൾ ഈ ഷെയറിൻ്റെ വിലയും കൂടും അല്ലേ. അതായത് ചെറിയ കമ്പനിയുടെ സമയത്തായിരുന്നു 100 രൂപ ആയിട്ടിരുന്നത്. കമ്പനി വലുതായി ലാഭം കൂടി കഴിയുമ്പോൾ 100 രൂപയുടെ ഷെയർ ചിലപ്പോൾ 200 രൂപയാകും. അപ്പോൾ നമ്മൾ 100 രൂപയുടെ 10 ഷെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വില എത്രയാവും? 100 രൂപയുടെ 10 ഷെയർ വാങ്ങിക്കാൻ നമുക്ക് 1000 രൂപ മതിയായിരുന്നു. അങ്ങനെ ആ കമ്പനി നമ്മുടെ കയ്യിൽ നിന്നെല്ലാം ഫണ്ട് സ്വീകരിച്ചിട്ട് വലുതായി ലാഭം ഉണ്ടാക്കി, കമ്പനിയുടെ വാല്യൂ കൂടുമ്പോൾ കമ്പനിയുടെ ഷെയർ പ്രൈസും കൂടും. അങ്ങനെ ഷെയർ പ്രൈസ് കൂടി നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചത് 150 200 ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ശിവയുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് ഈ രീതിയിലാണ്. ഇതിനകത്ത് കുറച്ചും കൂടെ നിയമവശങ്ങളുണ്ട്. നിയമവശങ്ങളല്ല, അതിൻ്റെ ഒരു രീതിയുണ്ട്, അതും കൂടെ പറയാം. ഇവിടെ നമുക്ക് ബാങ്കിങ് സിസ്റ്റത്തിന് RBI ഉള്ള പോലെ സ്റ്റോക്ക് മാർക്കറ്റ് സിസ്റ്റത്തിന് സെബി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സെബിയുടെ താഴെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്, NSEയും BSEയും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇവർ ആളുകൾക്ക് ഇതുപോലുള്ള കമ്പനികളുടെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ബാങ്കിൽ നമുക്ക് പൈസ ഇടാൻ വേണ്ടി ബാങ്കിൽ അക്കൗണ്ട് വേണം അല്ലേ. ബാങ്കിൽ എന്താ വേണ്ടത്? അക്കൗണ്ട് വേണം. അതായത് എന്താ? സേവിങ്സ് അക്കൗണ്ട്. ബാങ്കിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് വേണം. അപ്പോൾ ഇവിടെ ബാങ്ക് എന്ന് RBIയുടെ താഴെ ബാങ്കുകൾ എന്ന് പറയുന്ന പോലെ എക്സ്ചേഞ്ചിന് താഴെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് സമീപിക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കറിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രോക്കറിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആര്? ഒരു വ്യക്തി. അപ്പോൾ ഈ ബ്രോക്കറിൻ്റെ അടുത്തേക്കാണ് ഒരു വ്യക്തി പോകുന്നത്. അതായത് അത് ഞാനാകാം, നിങ്ങളാകാം, ആരും ആകാം. അപ്പം നമ്മളാരും നേരിട്ട് RBIയിൽ പോകുന്നില്ല അല്ലേ. നമ്മൾ ആരും റിസർവ് ബാങ്കിൽ പോകുന്നില്ല. നമ്മളെല്ലാം ബാങ്കിൽ പോയിട്ട് ബാങ്കിലാണ് അക്കൗണ്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മളാരും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നേരിട്ട് പോകുന്നില്ല. നമ്മളെല്ലാവരും ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയുള്ള അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ് ബ്രോക്കറിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, നമ്മുടെ സെറോദ, അപ്സ്റ്റോക്സ് എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷനെല്ലാം ഈ ബ്രോക്കർമാർ ഉണ്ടാക്കുന്നതാണ്. അവരാണ് ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബ്രോക്കർമാർക്ക് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് സെബി കൊടുത്തിട്ടുണ്ട്. ആ ലൈസൻസിൻ്റെ പുറത്താണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രോക്കറിൻ്റെ അടുത്തേക്കാണ് ഒരു വ്യക്തി പോകുന്നത്. അതായത് അത് ഞാനാകാം, നിങ്ങളാകാം, ആരും ആകാം. അപ്പം നമ്മളാരും നേരിട്ട് RBIയിൽ പോകുന്നില്ല അല്ലേ. നമ്മൾ ആരും റിസർവ് ബാങ്കിൽ പോകുന്നില്ല. നമ്മളെല്ലാം ബാങ്കിൽ പോയിട്ട് ബാങ്കിലാണ് അക്കൗണ്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മളാരും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നേരിട്ട് പോകുന്നില്ല. നമ്മളെല്ലാവരും ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയുള്ള അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ് ബ്രോക്കറിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, നമ്മുടെ സെറോദ, അപ്സ്റ്റോക്സ് എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷനെല്ലാം ഈ ബ്രോക്കർമാർ ഉണ്ടാക്കുന്നതാണ്. അവരാണ് ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബ്രോക്കർമാർക്ക് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് സെബി കൊടുത്തിട്ടുണ്ട്. ആ ലൈസൻസിൻ്റെ പുറത്താണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബാങ്കിനും ഇവർ ലൈസൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. RBIയുടെ ലൈസൻസ് ഇല്ല അവർ ബാങ്കിൽ വർക്ക് ചെയ്യത്തില്ല.
അപ്പോൾ RBIയുടെ ലൈസൻസ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ വിശ്വാസത്തോടെ അവിടെ പോകുന്നത്. അപ്പോൾ ഈ ബ്രോക്കറിൻ്റെ അടുത്ത് നമുക്ക് വിശ്വസിച്ച് പോകാം. എന്തുകൊണ്ട്? അവർക്ക് സെബിയുടെ അപ്രൂവൽ ഉണ്ട്. സെബി അവരെ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. അവർ എന്തെങ്കിലും മോശമായിട്ട് കാണിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഫ്രോഡ് കാണിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും അവർ സെബി നോക്കിക്കൊണ്ടിരിക്കും. RBI ബാങ്കിനെ നോക്കുന്നത് പോലെ തന്നെ സെബി ബ്രോക്കർമാരെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് യാതൊരു വിശ്വാസക്കുറവിൻ്റെ ആവശ്യവും ബ്രോക്കർമാരെ അപ്രോച്ച് ചെയ്യുന്നതിലില്ല. കാരണം നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ പാന്, നമ്മുടെ ആധാർ എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ബ്രോക്കറിൻ്റെ അടുത്ത് അക്കൗണ്ട് തുടങ്ങുന്നത്. ആ അക്കൗണ്ടിൻ്റെ പേരാണ് ഡിമാറ്റ് അക്കൗണ്ട്. എന്താണ്? ഡിമാറ്റ് അക്കൗണ്ട്. ഇവിടെ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു പാൻ കാർഡ് ഉണ്ടാകണം, നമ്മുടെ ആധാർ ഉണ്ടാകണം, പാൻ കാർഡും ആധാറും ലിങ്ക് ആയിരിക്കണം, നമ്മുടെ കയ്യിലൊരു സേവിങ്സ് അക്കൗണ്ടും കാണണം. ഈ 3 കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനുള്ളതേ ഉള്ളൂ ഒരു ഡിമാറ്റ് അക്കൗണ്ട്. നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത് പോലെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ളതേ ഉള്ളൂ ഡിമാറ്റ് അക്കൗണ്ട്. അങ്ങനെ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പല ശിവമാരും എക്സ്ചേഞ്ചിൽ വരും, അവരുടെ ഷെയറുകൾ വിൽക്കാൻ താല്പര്യപ്പെടും. നമുക്കത് അവിടുന്ന് വാങ്ങിക്കാം. അത് ഇതുപോലുള്ള പുതിയ കമ്പനികൾ വരുമ്പോൾ ഉള്ള കാര്യം. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമുക്കറിയാവുന്ന ഒരുപാട് കമ്പനികളുണ്ടല്ലേ. ഇപ്പോൾ തന്നെ ടാറ്റ സ്റ്റീൽ, അല്ലെങ്കിൽ നമ്മുടെ മഹീന്ദ്ര കാർ കമ്പനി മഹീന്ദ്ര, അല്ലെങ്കിൽ അശോക് ലൈലാൻഡ്, അല്ലെങ്കിൽ ഇനി ഫുഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടാനിയ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമുക്കറിയാവുന്ന കമ്പനികളുണ്ടല്ലേ. ഇവർ നേരത്തെ എപ്പോഴോ, വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ IPOയ്ക്ക് വേണ്ടിയിട്ട് സെബിയുടെ അടുത്ത് ചെന്നു. സെബിയോട് ഞങ്ങൾ IPO ഇറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാലത്ത് 10 വർഷമോ 15 വർഷമോ 20 വർഷമോ 30 വർഷം മുമ്പ് അവരുടെ ഷെയറുകൾ മാർക്കറ്റിലേക്ക് കൊടുത്തു. അതായത് സെബിയുടെ അടുത്ത് വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അവരുടെ ഷെയറുകൾ കൊടുത്തു. അന്ന് ഒരുപാട് ആളുകൾ ഇത് വാങ്ങിച്ചു. ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ട് കമ്പനി വലുതായപ്പോൾ അവരുടെ ഷെയറിൻ്റെ വിലയും കൂടാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഷെയറിൻ്റെ വിലയും കൂടിയപ്പോൾ 1000 ഷെയർ വാങ്ങിച്ച ആൾ അതിൽ നിന്ന് ലാഭം എടുക്കാൻ വേണ്ടി ഒരു 500 ഷെയർ വിറ്റു. 1,00,000 ഷെയർ വാങ്ങിച്ച ആളും അതേപോലെ തന്നെ ലാഭം എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു 10,000 ഷെയർ വിറ്റ് കാണും, അല്ലെങ്കിൽ ഒരു 50,000 ഷെയർ വിറ്റ് കാണും. ബാക്കി 50,000 ആളുടെ ഭാവിയിലേക്കുള്ള ഒരു സേവിങ്സ് പോലെ, അല്ലെങ്കിൽ ആ ഒരു അസറ്റ് പോലെ ആൾ കയ്യിൽ വെച്ചു. അപ്പോൾ അങ്ങനെ വിൽക്കുന്ന ഷെയറുകളെല്ലാം ഇപ്പം പലരും വാങ്ങിക്കുന്നു, വിൽക്കുന്നു. ആ ഷെയറുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ IPOയിൽ മാത്രമല്ല നമുക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളുടെ എല്ലാം ഷെയറുകൾ ആരെങ്കിലുമൊക്കെ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് IPOയിൽ മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്നിട്ട് ഏത് കമ്പനി, അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് കമ്പനിയുടെ ഷെയറും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമ്മുടെ ശിവയുടെ കേസിലേക്ക് തിരിച്ചു വന്നാൽ, ഇനിയിപ്പോൾ ശിവയുടെ കമ്പനി എന്ന് വിചാരിക്കേണ്ട, ശിവയുടെ നമ്മുടെ ബജിക്കടയിൽ നിന്ന് തന്നെ വിചാരിക്കാം. അതായത് ശിവയുടെ ബജിക്കടയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ശിവ ഈ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ചെറിയ സെറ്റപ്പ് അല്ല, ഒരു വലിയ ബജിക്കടയാണ്. അപ്പോൾ ആ വലിയ ബജിക്കട ആയതുകൊണ്ട് തന്നെ ശിവയ്ക്ക് അങ്ങനെ ആളുകളെ പേഴ്സണലി പോയി കാണേണ്ട ആവശ്യമില്ല. ശിവ നേരെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് പോകുന്നത്. അങ്ങനെ ശിവ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുന്നു. ശിവയുടെ ഈ ദേ ബജിക്കട എന്ന് പറയുന്ന കമ്പനി എന്താകുന്നു? ലിസ്റ്റഡ് ആകുന്നു. അപ്പോൾ അതെന്തായി? ദേ ബജിക്കട ലിമിറ്റഡ് ആകുന്നു. അതൊരു ലിസ്റ്റഡ് കമ്പനി ആക്കി മാറുകയാണ്. നമുക്കതിന് ഇന്ന് ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ഒന്ന് ഷോർട്ട് ഫോം ആക്കാം അല്ലേ. ദേ ബജിക്കടയുടെ D, ബജിക്കടയുടെ B, ലിമിറ്റഡിൻ്റെ L. എന്തായി? ഒരു DBL എന്ന് പറഞ്ഞൊരു കമ്പനി പുതുതായിട്ട് മാർക്കറ്റിൽ വന്നല്ലേ. അങ്ങനെ പുതുതായിട്ട് മാർക്കറ്റിൽ വരുന്നു. സെബി അനുമതി കൊടുക്കുന്നു. സെബി അനുമതി കൊടുത്ത് IPO പബ്ലിക്കിന് ഷെയർ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഞാനോ നിങ്ങളോ ആരെങ്കിലും ആയിക്കോട്ടെ 10 രൂപ വിലയ്ക്ക് 100 ഷെയർ വാങ്ങിക്കുന്നു. ഇതേ എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ വേറെ ആളുകൾ 1000 ഷെയർ വാങ്ങിക്കുന്നു, 10,000 ഷെയർ വാങ്ങിക്കുന്നു, 1,00,000 ഷെയർ വാങ്ങിക്കുന്നു. അങ്ങനെ എത്ര രൂപയാണോ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ BDL കമ്പനി, ദേ ബജിക്കട ലിമിറ്റഡ്, തമാശയാണെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേ ബജിക്കട ലിമിറ്റഡ് എത്ര രൂപയാണോ മാർക്കറ്റിൽ നിന്ന് സ്വരൂപിക്കാൻ ഉദ്ദേശിച്ചത് അത്രയും ഷെയറുകൾ അവിടെ കൊടുക്കുന്നു. അത്രയും ഷെയറുകൾ ആളുകൾ വാങ്ങിക്കാൻ താല്പര്യം കാണിക്കുന്നു.
താല്പര്യം കാണിച്ച് വാങ്ങിക്കുന്നു. അത്രയും ക്യാഷ് നമ്മുടെ ദേവജിക്കടയ്ക്ക് കിട്ടുക അല്ലേ. അങ്ങനെ ദേവജിക്കട ഒരുപാട് ബജികൾ ഉണ്ടാക്കുക അല്ലേ. ഈ ക്യാഷ് കൊണ്ട് ഒരുപാട് ബജികൾ ഉണ്ടാക്കുന്നു. ഈ ബജികളെല്ലാം വിൽക്കുന്നു, വലിയ ലാഭം ഉണ്ടാകുന്നു. വലിയ ലാഭം ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദേവജിക്കടയുടെ ഷെയർ വാങ്ങിക്കാൻ ആളുകൾ കൂട്ടം കൂടും. ആളുകൾ കൂട്ടം കൂടുമ്പോൾ എന്ത് പറ്റും? എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന് വില കൂടും അല്ലേ. എല്ലാവരും കൂടെ ദേവജിക്കടയുടെ ഷെയർ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ 10 രൂപയായിരിക്കും. നമ്മൾ നല്ല സിനിമയ്ക്ക് പോകുമ്പോൾ എന്താ പറ്റുന്നത്? ഹൗസ്ഫുൾ സിനിമയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ 2 ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് നമ്മളോട് ഒരു ടിക്കറ്റ് തരാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച ടിക്കറ്റ് എന്ത് പറയും? 200 രൂപ തരുവാണെങ്കിൽ ഒരു ടിക്കറ്റ് തരാമെന്ന് പറയല്ലേ. എന്ന് പറയുന്ന പോലെ മാർക്കറ്റിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ് കുറേ ഷെയറുകൾ. ദേവജിക്കട ബജി ഉണ്ടാക്കി വേറെ ലെവലായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ദേവജിക്കടയുടെ ഷെയർ വാങ്ങിച്ചാൽ ഒരുപാട് ലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഒത്തിരി ആളുകൾ ഷെയർ വാങ്ങിക്കാൻ വരും. പക്ഷേ ഷെയറൊക്കെ നമ്മളെ കയ്യിൽ ഇരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 10 രൂപ കിട്ടിയ ഷെയർ നമ്മൾ പറയും ഒരു 20 രൂപ കിട്ടിയാൽ ഒരു 10 ഷെയർ അല്ല 5 ഷെയർ തരാമെന്ന് പറയും. അപ്പോൾ അതിനും ആളുകൾ തയ്യാറായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും 20നും വാങ്ങിക്കാൻ ആളുണ്ട്, എന്നാൽ പിന്നെ പയ്യെ 30 ആക്കാം. അങ്ങനെ പറഞ്ഞ് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കൂടി ഈ ഷെയർ വിലയും കൂടും. ബജിയുടെ ബിസിനസ്സിലൂടെ കമ്പനി വലുതാകുമ്പോൾ ആ കമ്പനി വലുതാകുന്നതനുസരിച്ചും ഇതിൻ്റെ വിലയിൽ വ്യത്യാസം വരും. പിന്നെ ആളുകൾ വാങ്ങിക്കാനുള്ള ഡിമാൻഡ് കൂടുമ്പോഴും വില വ്യത്യാസം വരും. ഇത് രണ്ടുകൂടെ ചേർന്ന് 10 രൂപ വിലയുള്ള ഷെയർ 50 രൂപയൊക്കെ ആയി മാറിയേക്കാം കുറച്ച് കാലം കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മൾ മുടക്കിയ 10 രൂപയുടെ 5 ഇരട്ടി നമുക്ക് തിരിച്ച് കിട്ടും അല്ലേ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു സ്വർണത്തിലോ അല്ലെങ്കിൽ വസ്തുവിലോ ഇനി അതും അല്ലെങ്കിൽ ബാങ്കിൽ FD ആയിട്ടോ ഒക്കെ പൈസ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയായിരിക്കും തിരിച്ച് കിട്ടുന്നത്? അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷെയർ മാർക്കറ്റിലേക്ക് നമ്മൾ ക്യാഷ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയായിരിക്കും കിട്ടുന്നത്? അതുകൊണ്ട് നമ്മുടെ എല്ലാ പൈസയും കൊണ്ട് ഷെയർ മാർക്കറ്റ് ഇടണം എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. പക്ഷേ നമ്മളുടെ കയ്യിലെ പൈസയുടെ ഒരു ഭാഗമെങ്കിലും ഷെയർ മാർക്കറ്റിലേക്ക് നമ്മൾ ഇട്ടാൽ നമുക്ക് അതിൽ നിന്ന് ഒരു വലിയ റിട്ടേൺ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു ശിവയുടെ ബജിക്കടയുടെ കാര്യങ്ങളും ആ ബജിക്കട ത്രൂ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബജിക്കടയുടെ ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ചൊക്കെ കോമഡി ആയി പോയോ എന്നറിയില്ല. എന്നാൽ പോലും കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതിനെയും കൂടെ പരിഹരിക്കുന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് പ്ലാൻ ചെയ്ത വീഡിയോസിനകത്ത് നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ കൂടി ചേർത്തുകൊണ്ടായിരിക്കും മുമ്പോട്ടുള്ള വീഡിയോകൾ വരുന്നത്. നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ കൂടെ ബാക്കിയുള്ളവരും കൂടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് നമ്മൾ ഒരു ചാനലാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ജോലി ചെയ്തുകൊണ്ട് തന്നെ ജീവിച്ചു പോകാതെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള പണം കുറച്ചെങ്കിൽ കുറച്ച് അത് എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് എവിടെയെങ്കിലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്തെങ്കിലും പ്രോപ്പർട്ടി ആയിട്ടോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നീട് അതിൽ നിന്ന് നമുക്കൊരു ലാഭം കിട്ടിക്കൊണ്ടിരിക്കും. അറിയാമല്ലോ. അപ്പം നമ്മളൊരു കടമുറി നമ്മുടെ സ്വന്തം പൈസയ്ക്ക് നമ്മൾ സ്വരൂപിച്ച പൈസയ്ക്ക് നമ്മളൊരു കടമുറി പണിതിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആജീവനാന്തം അവിടുന്ന് വാടക കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ടൗണിലൊരു സ്ഥലം വാങ്ങിക്കാനോ കടമുറി പണിയാനോ ഒന്നുമുള്ള കപ്പാസിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള തുച്ഛമായ പൈസയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയെങ്കിൽ 1000 രൂപ, 100 രൂപയെങ്കിൽ 100 രൂപ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതുകൊണ്ട് നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പം നമ്മൾ ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ഷെയർ ആയിരിക്കും നമ്മൾക്ക് ഒരു പ്രായം എത്തി കഴിയുമ്പോൾ ആ ഷെയറിൻ്റെ വില 1000-ലോ 2000-ലോ 3000-ലോ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും 2-3 മാസം കൂടുമ്പോഴോ ഒരു അതുപോലുള്ള ഒരു 1000 രൂപ 2000 രൂപയൊക്കെ വെച്ച് നിങ്ങൾക്ക് കയ്യിലുള്ള പോലെ നിക്ഷേപിച്ചാൽ
നമുക്ക് മറ്റേ പോളിസികളൊക്കെ ചേരുന്ന പോലെ ലാപ്സായി പോകുന്നുള്ള പേടി വേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും അടയ്ക്കാനുള്ള പൈസ ഇല്ലല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട. നമ്മൾ പോലും അറിയാതെ നമ്മൾ വാങ്ങിക്കുന്ന ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കിടന്ന് എല്ലാം വലുതായിക്കൊണ്ടിരിക്കും, അതല്ലെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരു കാലം അതിലൊരു 10, 15, 20 വർഷം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് കഴിഞ്ഞ് ഒരുപാട് വലിയ ലാഭമായിരിക്കും നമുക്കതിൽ നിന്നുണ്ടാകാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വിഭാഗം ആളുകളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എത്രയും സിമ്പിളാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാവോ അത്രയും സിമ്പിളാക്കി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊരു ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.